ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കെതിരെ നീ മൊഴി കൊടുത്ത് എന്നെ ജയിലിലടച്ച അവിടെ തന്നെ ഞാൻ എന്നേക്കുമായി ഒടുങ്ങിപ്പോകുന്നു നീ കരുതുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, ഞാൻ പുറത്തു വരും. ഞാൻ പുറത്തു വരും നിത്യ. 10 ദിവസത്തെ പരോളുണ്ട്. ഒരു ദിവസം പോലും തികച്ച് വേണ്ട. 1 മണിക്കൂർ എനിക്ക് പരോൾ കിട്ടിയാൽ മതി. നിന്റെ കൺമുമ്പിലിട്ട് നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ വെട്ടിക്കൊല്ലും ഞാൻ. നിത്യ, അങ്ങനെയൊക്കെ ഒന്നും നീ എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ. ചെയ്യിക്കല്ലേ. അതെന്താണെന്നറിയോ? അങ്ങനെ ചെയ്താൽ നീ കരയില്ലേ? നിത്യ, നിത്യ, എനിക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ട് പറയാ. കോടതിയിൽ വരല്ലേ? കോടതിയിൽ വരല്ലേ? കോടതിയിൽ വരല്ലേ? കോടതിയിൽ വരല്ലേ? കോടതിയിൽ വരല്ലേ? കോടതിയിൽ വരല്ലേ? നിത്യ, എന്താണോ? എന്തു പറ്റി? എന്താണോ? ഹരി, ജീവൻ 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 എന്നെ. ഒന്നുമില്ല, അതൊക്കെ തന്റെ തോന്നലാ. ഹരി, എടാ ഓനെ, എന്തുവാ ശബ്ദം കേട്ടെ? ഹരി, ഹരി, എടാ ഓനെ. എന്നാ മക്കളെ, എന്തുവാ? മോള് സ്വപ്നം വല്ലതും കണ്ട? ജീവനെ സ്വപ്നം കണ്ടു. എന്റെ അടുത്ത് വന്ന് കോടതിയിലെതിരായിട്ട് അവനെ ഒന്നും പറയരുതെന്ന് യാചിച്ചു. എന്നെ ഭീഷണിപ്പെടുത്തി. എനിക്ക് പേടിയാവുന്നുണ്ട്. എടോ, ജീവൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോ പേടി തോന്നും. പക്ഷേ അയാളിപ്പം നമ്മുടെ അടുത്തില്ലല്ലോ. ഹരി, ഞാൻ നാളെ കോടതിയിലേക്ക് വരുന്നില്ല. എനിക്ക് അയാളുടെ മുന്നിലേക്ക് വരാൻ വയ്യ. മോള് പോകാതെ എങ്ങനെയാ? അവൻ ശിക്ഷിക്കപ്പെടണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് കുറച്ചു കാലമെങ്കിലും അവൻ നിങ്ങളുടെ ഇടയ്ക്ക് മാറി നിൽക്കണ്ടേ? വേണ്ട മോളെ? എനിക്ക് വയ്യ അമ്മാവ. അയാൾ ശിക്ഷിക്കപ്പെടുവോ ശിക്ഷിക്കപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നെ കൊണ്ട് കോടതിയിലേക്ക് പോവാൻ വയ്യ. എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകല്ലേ ഹരി. നിത്യ, എടോ, ഇതിപ്പോ തീർത്തും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സത്യത്തിൽ നിന്ന് വേണമെങ്കിൽ ഒളിച്ചോടാം. അതുവഴി ചിലപ്പോൾ അവൻ രക്ഷപ്പെടുമായിരിക്കും. മധുര നൊമ്പരക്കാറ്റ്